നമ്മൾ ആരാണെന്ന് സ്വയം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനാണ് നാം ആദ്യം പരിശ്രമിക്കേണ്ടത്. അങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് വന്നു ചേരുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മറ്റുള്ളവർ നമ്മളെ പഴിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും, നമുക്കറിയാം നമ്മൾക്ക് എന്തൊക്കെ കുറവുകളുണ്ട്, നമുക്ക് എന്തൊക്കെ നേട്ടങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് എന്നൊക്കെ സ്വയം നമുക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരാൾ നമ്മളൊരു തെറ്റ് ചെയ്തില്ലെങ്കിൽ പോലും മറ്റൊരാൾ നമ്മളെ നീ അത് ചെയ്തില്ലേ, തെറ്റ് ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് സ്വയം അറിയാം നാം അത് ചെയ്തില്ല എന്ന്. പിന്നെ അവർ നമ്മളെ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്തത്. അവർ നമ്മളെ തെറ്റിദ്ധരിക്കുമ്പോൾ അത് നമ്മൾ വിഷയമാക്കേണ്ട ഒരു കാര്യവുമില്ല. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക, അവർ ചെയ്യാനുള്ളത് അവർ ചെയ്തു കൊള്ളട്ടെ. അവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അത് കർമ്മം ചെയ്യുക എന്നുള്ളതാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്, നീ നിൻ്റെ കർമ്മം അനുഷ്ഠിക്കുക, നിൻ്റെ കർമ്മത്തിൻ്റെ ഫലം നീ ആഗ്രഹിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ ചെയ്യുന്നതിൻ്റെ കർമ്മത്തിൻ്റെ ഫലം അവർക്ക് ഭഗവാൻ കൊടുത്തുകൊള്ളും. നാം ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നമുക്കും ഭഗവാൻ തരും. ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക. നമുക്ക് സമാധാനം വേണമോ വേണ്ടയോ എന്ന് നാമാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ ഒരാളുടെ തീരുമാനത്തിലൂടെ നമുക്ക് സമാധാനം കിട്ടുകയുള്ളൂ, സന്തോഷം കിട്ടുകയുള്ളൂ, അതുപോലെ ദുഃഖവും കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നാം ഓരോരുത്തരും പരിശ്രമിക്കുക നമ്മുടെ സന്തോഷത്തിനും നമ്മുടെ സമാധാനത്തിനും വേണ്ടിയിട്ട്. എന്തിനുമേതിനും നമ്മുടെ ഭഗവാൻ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നാം പിന്നെ എന്തിനെയാണ് ഭയക്കേണ്ടത്? ഒന്നിനെയും ഭയക്കേണ്ടതില്ല. നമ്മുടെ പരിശ്രമത്തിലൂടെ മുന്നോട്ട് പോവുക. മറ്റുള്ളവർ എന്തു പറയുമെന്ന് വിചാരിച്ച് സ്വയം ജീവിക്കുന്നത് മറക്കാതിരിക്കുക. അവർ എന്തും പറയട്ടെ, അതൊന്നും മുഖവിലക്കെടുക്കാതെ മുന്നോട്ട് പോവുക. ഭഗവാൻ ശ്രീകൃഷ്ണൻ എപ്പോഴും കൂടെയുണ്ടാകും. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.